മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഷാർജയിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി തൂങ്ങി മരിച്ച വിഭജികയെക്കുറിച്ചുള്ള വാർത്ത. ആത്മഹത്യക്ക് മുമ്പായി കത്തുകളിലൂടെയും വോയിസ് ക്ലിപ്പുകളിലൂടെയും പുറത്തു വന്ന വിവരങ്ങൾ അവർ അനുഭവിച്ചു തീർത്ത വേദനകളുടെ സാക്ഷ്യപത്രമാണ്. യുഎയിലുള്ള ബന്ധുവിനെ അടുത്തിടെ അയച്ച വോയിസ് മെസ്സേജിലാണ് അവർ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെയും വേദനകളുടെയും കഥകൾ പറയുന്നത്. വിഭജിക ഭർത്താവ് നിതീഷുമായി പിണങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. ഒരു വർഷമായി താനും നിതീഷും അകൽച്ചയിലാണെന്നും വിഭജിക ശബ്ദസന്ദേശത്തിൽ പറയുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചതോടെ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം തൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിയെന്നും ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നു. എല്ലാ സമ്മർദ്ദങ്ങളും അനുഭവിച്ചത് ഞാനാണ്. എൻ്റെ കുഞ്ഞ് ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4 or 5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി. അമ്പലത്തിലോ മറ്റോ ഒന്ന് ചിലപ്പോൾ കൊണ്ടുപോകും. എന്നാൽ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും അയാൾ യാത്ര ചെയ്യും. അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ്. ഇതാണ് വിഭജികയുടെ വാക്കുകളിലുള്ളത്. പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ളൊരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്നും വിഭജിക പറയുന്നു. ഇഷ്ടംപോലെ പണമുണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവസാനമായി പറയുന്നുണ്ട്. തനിക്ക് നിതീഷ് വിവാഹമോചന നോട്ടീസ് അയച്ചെന്നും വലിയ വിഷമത്തിലാണെന്നും സംഭവ ദിവസം രാവിലെ വിഭജിക അമ്മ ശൈലജയോട് പറഞ്ഞിരുന്നു. അവർ വിഭജികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബസുഹൃത്തായ കൊല്ലത്തെ വക്കീലിനെ വിളിച്ച് കാര്യം പറയുകയും മകളെ വിളിച്ച് സമാധാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് അഭിഭാഷകൻ വിഭജികയെ ഫോൺ വിളിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും പോംവഴി ഉണ്ടാക്കാമെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിന് മുൻപേ വിഭജിക കടുങ്കൈ ചെയ്തിരുന്നു. വിഭജികയെയും 1.5 വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽനഹദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജികയും തൂങ്ങി മരിക്കുകയായിരുന്നു. എന്നാൽ വിഭജികയുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഷാർജയിൽ വിഭജികയുടെ ഒപ്പം താമസിച്ചിരുന്ന ജോലിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. തൊട്ടിലിൽ കയറിയാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് ജോലിക്കാരിയുടെ മൊഴി. മലയാളിയായ ഇവർ പുറത്തുപോയ സമയത്താണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്നും പറയുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിഭജിക. ദുബായിലെ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് വിഭജികയുടെ ഭർത്താവ്. കഴിഞ്ഞ ദിവസം വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് വിഭജിക ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറിയെന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. എൻ്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്ത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെയാണ് പരാതികൾ. വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു. ഗർഭിണിയായി 7ാം മാസത്തിൽ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു. ഇതാണ് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ. നിയമങ്ങൾ വളരെ കർശനമാണെങ്കിലും ഇങ്ങനെയുള്ള ആത്മഹത്യാ സംഭവത്തിൽ ഷാർജ പോലീസോ കോടതിയോ എന്ത് നടപടികളാവും സ്വീകരിക്കുക എന്നതിൽ വ്യക്തതയില്ല.